ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള അന്വേഷണത്തിൽ തെരച്ചിലിന് കൂടുതൽ സംഘത്തെ നിയോഗിച്ചു. വയനാട് കർണാടക അതിർത്തിയിലാണ് അന്വേഷണ സംഘം തെരച്ചിൽ നടത്തുന്നത്. രാഹുൽ ഇവിടെ എത്തിയതായുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. വിവരം ചോരുന്നുവെന്ന സംശയമുള്ളതിനാൽ അന്വേഷണ വിവരം രഹസ്യമായി സൂക്ഷിക്കാൻ ADGP നിർദ്ദേശം നൽകി. ജംഷീർ കൊടിഞ്ഞി ചേരുന്നു. ജംഷീർ, 8 ദിവസമായി ഒരു ജനപ്രതിനിധിയെ കാണാനില്ല, ഒരു തരത്തിലും അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ സാധിക്കുന്നില്ല. എവിടെയാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? രഹസ്യമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്, തെരച്ചിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ധന്യ, തീർച്ചയായിട്ടും ഈ അന്വേഷണം കൂടുതൽ രഹസ്യമാക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസ് അന്വേഷണ സംഘത്തിന് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസിന്റെ നീക്കം, അന്വേഷണ സംഘത്തിന്റെ നീക്കം കൃത്യമായി രാഹുലിന് ചോർന്ന് ലഭിക്കുന്നു എന്നുള്ള വിവരമാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. കാരണം ഈ കൃത്യമായി സ്പോട്ട് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലുള്ള സ്ഥലം കൃത്യമായി സ്പോട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് പോകുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെയാണ് നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന പൊള്ളാച്ചി, അതോടൊപ്പം തന്നെ കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇദ്ദേഹം പോയിട്ടുള്ളത് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ രഹസ്യമായി തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് പോകാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നിലവിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടക വയനാട് അതിർത്തി പ്രദേശത്തുണ്ട് എന്നുള്ള, സുള്യ ഉൾപ്പെടെയുള്ള പ്രദേശത്തുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ട്രേസ് ചെയ്തുകൊണ്ട് തൊട്ടുപിറകിൽ തന്നെ അന്വേഷണ സംഘം ഉണ്ട് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. നേരത്തെ തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും അതിനുശേഷമാണ് ഇപ്പോൾ കർണാടകയിലേക്ക് പോയിരിക്കുന്നത്. പ്രാദേശികമായി ചില നേതാക്കളുടെ സഹായം ഇപ്പോൾ ഒളിവിൽ കഴിയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. അങ്ങനെ ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കീഴടങ്ങാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ കർണാടക വയനാട് അതിർത്തി പ്രദേശങ്ങളിൽ തന്നെ അദ്ദേഹം തുടരുന്നു എന്നുള്ളതാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോട് കൂടി കൃത്യമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും പിടികൂടാനായി അന്വേഷണ സംഘം അദ്ദേഹം ഉള്ള ഒരു പ്രദേശത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ നിന്ന് പിന്നീട് അദ്ദേഹം പോവുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് പോലീസിന് കൃത്യമായ സംശയം, അതായത് ഈ അന്വേഷണ സംഘം എത്തുന്ന വിവരം കൃത്യമായി, SIT സംഘം എത്തുന്ന വിവരം കൃത്യമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നു. പക്ഷേ പോലീസിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള വിവരം ചോരുന്നുണ്ടോ എന്നൊരു സംശയവും ഇപ്പോൾ അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണ സംഘത്തെയും അതോടൊപ്പം തന്നെ കൂടുതൽ രഹസ്യമായി ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ അന്വേഷണ സംഘം കർണാടക, കേരള അതിർത്തി പ്രദേശങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന പ്രദേശങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ അദ്ദേഹം മാറിയിരിക്കുന്ന പ്രദേശങ്ങളിലേക്ക് അന്വേഷണ സംഘം പോകുന്നു എന്നുള്ള കൃത്യമായ വിവരമാണ് ലഭ്യമാകുന്നത്. ധന്യവാദം. ഈ രാഹുൽ ഇപ്പോൾ കോടതിയിൽ കീഴടങ്ങും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആ രീതിയിലുള്ള സാധ്യത അന്വേഷണ സംഘം കാണുന്നുണ്ടോ? തെരച്ചിൽ കർണാടകയിലാണോ കൂടുതൽ നടക്കുന്നത്? ബാംഗ്ലൂരിലൊക്കെ കഴിഞ്ഞ ദിവസം വലിയ തെരച്ചിൽ ശക്തമാക്കിയിരിക്കുന്നു. പക്ഷേ നേരത്തെ ജംഷീർ പറഞ്ഞതുപോലെ ഇവരെത്തുന്നതിന് തൊട്ടു മുൻപ് അവിടെ നിന്ന് നീങ്ങിയതായി, ഇല്ലെങ്കിൽ മാറിപ്പോകുന്നതായി, ഒരു പിടികിട്ടാ പുള്ളിയെ പോലെ പെരുമാറുന്നതായിട്ടൊക്കെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അപ്പം എത്രത്തോളം ആളുകളെ, അതും ഇപ്പോഴുള്ള ടീമിലുള്ള ആളുകൾക്കപ്പുറത്തേക്ക് എങ്ങനെയായിരിക്കും കുറച്ചുകൂടി വിശ്വസ്തരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു തെരച്ചിലാണോ കർണാടകയിൽ ഉൾപ്പെടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ അവസാനമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൊക്കേഷൻ കാണിച്ചത് കർണാടകയിലെ സുള്ളിയാണെന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുള്ളത്. അവിടെ നിന്നാണ് പിന്നീട് അങ്ങോട്ടേക്ക് അന്വേഷണ സംഘം എത്തിയപ്പോഴാണ് അവിടെ നിന്ന് പിന്നീട് രാഹുൽ അപ്രത്യക്ഷനാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം, അതായത് പുതുതായിട്ടുള്ള കൂടുതൽ ടീം അംഗങ്ങളെ ഇങ്ങോട്ടേക്ക് നിയോഗിച്ചുകൊണ്ട് അന്വേഷിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്നത്. നിലവിലുള്ള അന്വേഷണ സംഘങ്ങൾക്കൊപ്പം തന്നെ കൂടുതൽ അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചുകൊണ്ട് ഇനിയുള്ള സ്ഥലങ്ങളിലേക്ക് പുതിയ ടീമിനെ നിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സഹായം ചെയ്യുന്നത് കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന്? നിലവിൽ അത്തരത്തിൽ കൃത്യമായൊരു വ്യക്തതയില്ല. പക്ഷെ പ്രാദേശികമായി ഇപ്പോൾ കർണാടകയിൽ നിന്നുള്ള പ്രാദേശികമായ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് സഹായം ലഭിക്കുന്നുണ്ട്. അതായത് നിലവിൽ കർണാടകയിൽ തുടരാനും കർണാടകയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് മാറാനും കോൺഗ്രസിന്റെ തന്നെ ചില പ്രാദേശിക നേതാക്കളിൽ നിന്ന് അദ്ദേഹത്തിന് സഹായം ലഭിച്ചു എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാദേശികമായി കൃത്യമായി അദ്ദേഹത്തിന് സഹായം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രാദേശികമായി ചില കേന്ദ്രങ്ങളിലേക്ക് അദ്ദേഹം മാറുന്നത്. അന്വേഷണ സംഘം
സംഘം എത്താൻ സാധ്യതയില്ലാത്ത ചില കേന്ദ്രങ്ങളിലേക്ക് അദ്ദേഹം മാറുന്നത് കൃത്യമായി പ്രാദേശികമായ ചില നേതാക്കന്മാരുടെ നിർദ്ദേശത്തെ തുടർന്നും അവരിൽ നിന്ന് ലഭിക്കുന്ന സഹായവും ലഭിച്ചത് കൊണ്ടുകൂടിയാണ്. പക്ഷെ അവിടങ്ങളിലേക്കെല്ലാം തന്നെ അന്വേഷണ സംഘം എത്തുന്നുണ്ട്. പക്ഷെ അന്വേഷണ സംഘം എത്തുമ്പോഴേക്കും ഇദ്ദേഹം അവിടെ നിന്നും പോവുകയാണ് എന്നുള്ളതാണ്. അത് ഈ പ്രാദേശികമായ സഹായത്തോടെയാണ് അദ്ദേഹം അടുത്ത സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം കൂടുതൽ കുറച്ചുകൂടി സ്വകാര്യമായി രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പ്രത്യേകമായ കൂടുതൽ അന്വേഷണ സംഘങ്ങൾ വരുന്നത്. ഇപ്പോൾ നിലവിൽ കർണാടക കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. കർണാടക വയനാട് കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഈ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം കീഴടങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ധന്യ. ശരി ജംഷീർ.